തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എവിടെയാന്നുള്ളത്. യെസ്, ഞാൻ വിയറ്റ്നാമിലെ മോസ്റ്റ് പോപ്പുലർ ടൂറിസം ഡെസ്റ്റിനേഷൻ ആയ ഹാലോങ് ബേയിലാണ്. ഞാൻ ഇത്ര ഉറക്കെ സംസാരിക്കുന്നത്. ഇവിടെ ഫുള്ള് കുറേ ക്രൂസ് ആണ്. ഓൾമോസ്റ്റ് ഒരു 20 ഡേയ്സിന്റെ മുകളിലായി നമ്മൾ വിയറ്റ്നാമിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഫൈനലി നമുക്ക് ഇപ്പോഴാണ് ഇങ്ങോട്ട് വരാൻ പറ്റിയത്. ഇപ്പോഴാണ് നമുക്ക് ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് കൺഫേം ഒക്കെ ആയത്. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. കാരണം തായ്ലൻഡിന് ശേഷം ഞാൻ ഇത്ര എൻജോയ് ചെയ്തത് ഇപ്പോഴാണ്. വിയറ്റ്നാമിൽ വന്നിട്ടും ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നാണ് എൻജോയ് ചെയ്തത്. കാരണം എനിക്ക് ഐലൻഡ്സ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ മാത്രമല്ല ഈ ഒരു ക്രൂസിലുള്ളത്, കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇന്നൊരു ഓൾമോസ്റ്റ് ഒരു 6 hours ആയിരിക്കും നമ്മൾ ഈ ക്രൂസിൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് എങ്ങനെയാണ്, വന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ നിങ്ങൾ അതൊക്കെ പോയി കണ്ടു. നമ്മുടെ പിക്കപ്പ് വന്നത് രാവിലെ ഒരു 7 o'clock. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഒരു 1 minute നമ്മൾ റോഡിലേക്ക് നടന്നു പോകണമായിരുന്നു. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഒരു 2.5 hours ഡ്രൈവ് ഉണ്ട് ഹാലോങ് ബേയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഏർലി മോർണിംഗ് പിക്കപ്പ് വന്നത്. ഏർലി മോർണിംഗ് പിക്കപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ബസ് കയറിയപ്പോൾ തന്നെ പതിവ് പോലെ കിടന്ന് ഉറങ്ങി. കാരണം ഒരു 2 hours ഡ്രൈവ് ഉണ്ടെന്നുള്ളത് നമ്മുടെ ടൂർ ഓപ്പറേറ്റർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് സുഖമായിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരം ബസ്സിൽ കിടന്ന് ഉറങ്ങി. ഒരു 1 hour കഴിഞ്ഞപ്പോൾ നമുക്കൊരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഹാലോങ് ബേ പേൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഒരു 1/2 hour ആണ് നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്തത്. ഇവിടെ നമുക്ക് പേളിനെ കൊണ്ട് ഉണ്ടാക്കിയ കുറേ ആക്സസറീസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതേപോലെ എങ്ങനെയാണ് പേളിൻ്റെ ആക്സസറീസ് ഉണ്ടാക്കുന്നത്, അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേൾസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പേളിൻ്റെ ആക്സസറീസ് ഷോറൂം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെയുള്ള എല്ലാ ആക്സസറീസും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. ഒരു 1/2 hour നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിതേ തിരിച്ച് ഹാലോങ് ബേയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഫൈനലി നമ്മളിതേ ഇവിടെ ഹാലോങ് ബേയിൽ എത്തി. 12 o'clock ആയിട്ടുണ്ട് നമ്മളിവിടെ ഹാലോങ് ബേയിൽ എത്തുമ്പം. നമ്മുടെ ടൂർ ഓപ്പറേറ്റേഴ്സാണ് നമുക്ക് വേണ്ട ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നത്. ബാണ ഹിൽസ് പോലെ തന്നെ ഇവിടെയും അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. വിയറ്റ്നാമിലെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെയാണ് അത്യാവശ്യം നല്ല ക്രൗഡ് ഉള്ളത്. അപ്പോൾ ഇതേ നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ടൂർ ഗൈഡ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യാണ്. അങ്ങനെ ടിക്കറ്റ് എല്ലാം എടുത്ത് നമ്മളിതേ ക്രൂസിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മളെ ആൾക്കാരെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മുടെ ടൂർ ഗൈഡ് നോക്കുകയാണ്. ഇതേ കൊടിയെല്ലാം പിടിച്ചിട്ട് നമ്മുടെ ടൂർ ഓപ്പറേറ്റർ ഫ്രണ്ടിൽ തന്നെ പോയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ക്രൂസ് എല്ലാം ഉണ്ട്. കാരണം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ക്രൂസ് കയറിയിട്ട് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് തന്നെ ലഞ്ചാണ്. കാരണം നമ്മൾ ഉച്ചയ്ക്കാണ് ക്രൂസിൽ കയറുന്നത്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അജയ് വീഗൻ ആയതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻ കാറ്റഗറിയിലാണ് വരുന്നത്. When your heart is broken, you simply cannot trust what your mind is telling you. സോ നമ്മളിപ്പോൾ ഇതേ ആക്ടിവിറ്റീസിന് പോവാണ്. ബാംബു ബോട്ടുണ്ട്, അതേപോലെ കയാക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റീസിലേക്ക് പോവാണ്. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയാണ് ബാംബു ബോട്ടിങ്ങും അതേപോലെ കയാക്കിങ്ങും. പക്ഷേ രണ്ടും നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നുകിൽ ബാംബു ബോട്ടിങ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കയാക്കിംഗ് ചെയ്യണം. പിന്നെ അതേപോലെ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് VND കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് ബോട്ടും ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് കയാക്കിംഗ് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഡ്രോണും പിന്നെ അതേപോലെ ക്യാമറയും എല്ലാം ഉള്ളതുകൊണ്ട് കയാക്കിംഗ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ബാംബു ബോട്ടിങ് ചെയ്യാന്നുള്ളത്. പക്ഷേ അജയ്ക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാംബു ബോട്ടിങ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ വന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്യിക്കുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള സമയം കിട്ടത്തില്ല. കാരണം നമ്മൾ ഇവിടെ ഓൾമോസ്റ്റ് ഒരു 1 hour നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്യത്തുള്ളൂ. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെയും ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഞാൻ ബാംബു ബോട്ടിങ് ചെയ്യാമെന്നും പിന്നെ അജയ് ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് കുറച്ച് ഫൂട്ടേജസ് എടുക്കാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. എനിക്ക് ഒറ്റയ്ക്ക് കയാക്കിംഗ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കൂടെ വന്ന ആൾക്കാരുടെ കൂടെയാണ് ഞാൻ ബാംബു ബോട്ടിങ് ചെയ്യുന്നത്. ഒരു 20-25 minutes ആണ് നമ്മൾ ബാംബു ബോട്ടിങ് ചെയ്തത്. പിന്നെ
ഈ ബാംബു ബോട്ടിങ്ങിൻ്റെ ഒരു എക്സൈറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ദേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുന്നതാണ്. ശരിക്കും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ കുറച്ചധികം ക്രൗഡ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ എന്നാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ കയാക്കിംഗ് ചെയ്യുന്ന ആൾക്കാർ ഇതിൻ്റെ അടിയിൽ കൂടെ പോകത്തില്ല, അവർക്ക് വേറൊരു സൈഡിലാണ് അവർ കയാക്കിംഗ് എല്ലാം ചെയ്യുന്നത്. നമ്മുടെ കൂടെ ക്രൂസിൽ വന്ന ആൾക്കാരുടെ കൂടെയാണ് ഞാൻ ബാംബു ബോട്ടിങ് ചെയ്യുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാനിതേ ക്രൂസിൽ വന്ന് ഇരിക്കുകയാണ്. നല്ല ചൂടായിരുന്നു പുറത്ത്. കാരണം നമ്മൾ ക്രൂസിൽ കയറിയ സമയം എന്ന് പറയുന്നത് ഒരു 11:30 ബിഫോർ 12 ആണ് നമ്മൾ ക്രൂസിൽ കയറിയത്. അപ്പം നല്ല ചൂടായിരുന്നു. അപ്പം ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇവർ നമ്മളെ ഓരോ ആക്ടിവിറ്റീസിന് കൊണ്ടുപോയത്. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മളെ എന്താ പറയുക, കയാക്കിംഗ്, അതേപോലെ ബാംബു ബോട്ട്, പിന്നെ സ്പീഡ് ബോട്ട്, ഇതൊക്കെയാണ് ഫസ്റ്റ് ആക്ടിവിറ്റീസിൽ വരുന്നത്. പക്ഷെ നമുക്കിത് മൂന്നും കൂടെ ചെയ്യാനുള്ള സമയമൊന്നുമില്ല, ഏതെങ്കിലും ഒന്നേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സ്പീഡ് ബോട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ കുറച്ച് അഡീഷണൽ പൈസ നമ്മൾ കൊടുക്കണം. എനിക്ക് തോന്നുന്നു പെർ ഹെഡ് 250 VND നമ്മൾ അഡീഷണൽ എമൗണ്ട് കൊടുക്കണം, എന്നാലേ നമുക്ക് സ്പീഡ് ബോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി കയാക്കിംഗ് ആണെങ്കിലും ബാംബു ബോട്ടിംഗ് ആണെങ്കിലും നമ്മുടെ ഈ ഒരു പാക്കേജിൽ വരുന്ന തന്നെയാണ്. അപ്പം ഞാൻ ബാംബു ബോട്ട് മാത്രമാണ് ചെയ്തത്. അജയ് കയാക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല, കാരണം അജയ്ക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യിക്കാനുള്ളതുകൊണ്ട് ഇതൊന്നും ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. ഈ തവണ അവൻ ട്രിപ്പിൽ മൊത്തം ഫോക്കസ് ചെയ്തത് മറ്റേ ഡ്രോണിൻ്റെ കുറേ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം അവൻ അവിടെ ഹാർബറിൽ നിന്നിട്ട് ജസ്റ്റ് ഡ്രോൺ ഫ്ലൈ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ഇടയ്ക്ക് എന്തോ ഡ്രോണിൻ്റെ സിഗ്നൽ എന്തോ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ നമ്മുടെ ഡ്രോൺ തിരിച്ച് ലാൻഡ് ചെയ്തു, സേഫായിട്ട് തന്നെ ലാൻഡ് ചെയ്തു. ഇല്ലെങ്കിൽ ആ വഴി ഡ്രോൺ പോയേനെ. കുറച്ച് റിസ്ക് ഉണ്ട് ഇവിടെ ഡ്രോൺ ഫ്ലൈ ചെയ്യിപ്പിക്കാൻ, പക്ഷെ എന്നാലും അങ്ങനെ വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ട്രെക്കിംഗ് ആണ്. അപ്പം ട്രെക്കിങ്ങിന് ഞാൻ പോയില്ല, കാരണം ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എനിക്കങ്ങ് ഭയങ്കര ഒരു ഡീഹൈഡ്രേഷൻ പോലെ സീൻ വന്നു. അപ്പോൾ ഞാൻ നേരെ തിരിച്ച് ക്രൂസിൽ, ഇവിടെ AC ഉണ്ട്, ഇവിടെ വന്നിരിക്കുകയാണ്. അജയാണ് ട്രെക്കിങ്ങിനൊക്കെ പോയത്. എന്താവോ എന്തോ ഒന്നും എനിക്കറിയില്ല, കാരണം വിയറ്റ്നാമിൽ നല്ല ചൂടാണ്. നല്ല ചൂടാണ്. ഞാൻ മാത്രമല്ല, കുറച്ച് പേരൊക്കെ ക്രൂസിലുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും ട്രെക്കിങ്ങിനാണ് പോയത്. ട്രെക്കിങ് എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ആണോ 45 മിനിറ്റ്സ് ആണോ എന്ന് എനിക്കറിയില്ല. എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ വരുന്നത് മിനിമം ഹാഫ് ആൻ അവർ ടു മാക്സിമം 45 മിനിറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ട്രെക്കിങ് കഴിഞ്ഞ് ഇനി അവർ വന്നിട്ടാണ് നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത്. നല്ല ക്ലൈമറ്റ്, നല്ല വെതർ നോക്കിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി. കാരണം ഇന്നലെയും മിനിയാന്നും, അതായത് 2 to 3 days ആയിട്ട് വിയറ്റ്നാമിൽ നല്ല മഴയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഹാലോംബേയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റത്തില്ല. അത്യാവശ്യം നല്ല വെയിലുള്ള സമയത്ത് വേണം വരാൻ, എന്നാലേ നമുക്ക് കുറച്ച് വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും നമുക്ക് ഈ കയാക്കിംഗ് ആണെങ്കിലും അതേപോലെ സ്പീഡ് ബോട്ട് ആണെങ്കിലും ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത്തവണ അജയ് കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്തത് ഡ്രോണിൽ കുറേ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ക്രൂസിൽ വരുന്ന സമയത്തും അജയ് ഡ്രോൺ ഫ്ലൈ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് സിഗ്നൽ പോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ സ്പീഡ് ബോട്ടിൽ പോയ സമയത്ത് അവൻ ഫ്ലൈ ചെയ്തപ്പോഴാണ് സിഗ്നൽ ഇടയ്ക്ക് കട്ടായി പോയി. അപ്പോൾ അവന് ഡ്രോൺ കറക്റ്റായിട്ട് എന്താ പറയുക, ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും വിചാരിച്ച് ഡ്രോണ് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഭാഗ്യത്തിന് ഡ്രോണ് പോയില്ല, തിരിച്ച് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഡ്രോൺ ലാൻഡ് ചെയ്തു. ഡ്രോൺ യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് ഇത് കണക്റ്റ് ആവും, കാരണം ഡ്രോൺ ഫ്ലൈ ചെയ്യിപ്പിക്കുമ്പോൾ എന്തുമാത്രം റിസ്ക് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ. നമ്മുടെ Insta360 കാണാതെ പോയി. ഹാനോയിൽ നിന്നാണോ അതോ ഹൊയാൻ നിന്നാണോ എന്ന് അറിയത്തില്ല. അജയ് ബാഗിൻ്റെ അകത്ത് സേഫായിട്ട് എടുത്തു വെച്ചതായിരുന്നു. പക്ഷേ ബാഗിൽ നിന്ന് ആരെങ്കിലും എടുത്തതാണോ എന്ന് അറിയത്തില്ല, അതോ ക്യാമറ ബാഗ് തുറന്ന സമയത്ത് Insta360 നിലത്ത് വീണ് പോയിട്ട് അജയ് കാണാതെ പോയതാണോ എന്ന് അറിയത്തില്ല. എന്താണെങ്കിലും Insta360 നമുക്ക് നഷ്ടമായി. ഭാഗ്യത്തിന് അവൻ അതുവരെ ഷൂട്ട് ചെയ്ത എല്ലാ കോണ്ടന്റും ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുതുതായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ ട്രെയിൻ സ്ട്രീറ്റ് പോയ സമയത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് Insta360 കയ്യിലില്ല എന്നുള്ളത് മനസ്സിലായത്. അപ്പം Insta360 ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയും ഷോർട്സ് ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ നമ്മളിപ്പോൾ കയാക്കിങ്ങിനൊക്കെ പോകുന്നൊക്കെ നമുക്ക് കുറച്ചുകൂടി ഷോർട്സ് ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ മിസ്സായി പോകുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം നഷ്ടപ്പെട്ടു പോകുന്നതൊക്കെ ഇതൊക്കെ യൂസ്ഡ് ആണ്. കാരണം നമ്മൾ ഇതിൻ്റെ മുന്നേ ഓൾ ഇന്ത്യ റൈഡ് പോയ സമയത്ത്, അതായത് കോവിഡിൻ്റെ മുന്നേ നമ്മൾ ഓൾ ഇന്ത്യ റൈഡ് പോയ സമയത്ത് നമുക്ക് ഇതുപോലെ വേറെയും കുറച്ച് ക്യാമറാസും കാര്യങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. സോ ഇത് പുതിയ കാര്യമൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതാണ്.
അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇവിടെ ക്രൂസിൻ്റെ അകത്ത് എ സിക്കകത്ത് വന്നിരുന്നപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി. ഇവിടുന്ന് ഇനിയിപ്പം നമ്മൾ ഹാലോങ് ബേയും കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നിൻബിനാണ്. നിൻബിനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ഹോച്ചിമിനിലേക്ക് തന്നെ പോകും. ഹോച്ചിമിൽ ഒരു 3 days നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. നമ്മുടെ കൂച്ചി ടണലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അവിടെയൊക്കെ പോകണം. അതൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ. 26th നമ്മുടെ ഫ്ലൈറ്റ്. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഹോച്ചിമിൻ ആയതുകൊണ്ടാണ് നമ്മൾ ഹോച്ചിമിൻ ലാസ്റ്റ് വെച്ചത്. കാരണം എന്തായാലും തിരിച്ച് ഹോച്ചിമിനിലേക്ക് വരണമല്ലോ. ഹോച്ചിമിന്നാണ് സ്റ്റാർട്ട് ചെയ്തതും ഹോച്ചിമിനിലാണ് നമ്മൾ എന്താ പറയുക എൻഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 1 month ആയി നമ്മളിപ്പോൾ വിയറ്റ്നാമിൽ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് 2 കാര്യമാണ്. ഒന്ന് ഫുഡ്, പിന്നെ രണ്ടാമത്തത് ബോ ആൻഡ് ആരോ. പിള്ളേരെ ഇനി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഓർക്കുന്ന പോലെ അറിയത്തില്ല, ഭയങ്കര പിണക്കായിരിക്കും. പ്രത്യേകിച്ച് ആരോ ബേബിക്കായിരിക്കും ഭയങ്കര പിണക്കം ഉണ്ടാവുക. കാരണം അവൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അവന് എന്തെങ്കിലുമൊക്കെ വിഷമവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവന് ഇച്ചിരി എന്താ പറയുക, അവനങ്ങനെയാണ്. പെറ്റ് പാരൻസിന് മനസ്സിലാവും. പക്ഷെ ബോ അങ്ങനെയൊന്നുമല്ല. ബോയ്ക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര സ്നേഹം ഇഷ്ടമൊക്കെ ആയിരിക്കും. ആരോ എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല. ആരോൻ്റെ മുഖം ചിലപ്പോൾ ഇത്ര ഉണ്ട്, അവനങ്ങ് പിണക്കൊക്കെ ആയിരിക്കും ചിലപ്പം. എന്തായാലും പിള്ളേരെ പോയി കാണണം. ഇനി കുറച്ച് ദിവസം പിള്ളേരുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യണം. പിന്നെ നല്ല രീതിയിൽ ഒരു സെൽഫ് കെയർ അല്ലെങ്കിൽ സ്കിൻ കെയർ പരിപാടികളൊക്കെ ചെയ്യണം. കാരണം ഇവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് 1 മാസം വിയറ്റ്നാമിൽ നിന്നോടുകൂടി ഫുള്ള് ടാനായി, സ്കിന്നൊക്കെ ബേണായി, കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ വന്നിട്ട് അങ്ങനെ കുറച്ച് കെയറിങ്ങും പരിപാടികളൊക്കെ ചെയ്യണം. ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് അജയ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ വന്ന ബോട്ടിൽ നിന്ന് നമ്മളെ ഇറക്കി വിട്ടു. കാരണം അജയ് വരാൻ ലേറ്റ് ആയിട്ട്. എല്ലാരും പിന്നെ പ്ലാനിങ് ഒന്നുമല്ല, അജയിനെ കാണാനായി. നമ്മളിത് അടുത്ത ആക്ടിവിറ്റീസിന് ഇതാ ഇവിടെയാണ് വന്നത്. ഇവിടെ ഫുൾ ക്രൗഡാണ്. എൻ്റെ പൊന്നോ, ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മുടെ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ കാണുന്ന മല നമ്മൾ കയറണം. അതാണ് ഇത്. 2ാമത്തെ ട്രെക്കിംഗ് ആണ്. ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം നടന്നു. അജയിനെ കാണാണ്ടായി. അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാക്കാതാ. ഇത് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്. ഈ ആക്ടിവിറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സൺസെറ്റും കൂടിയേ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാലോങ് ബേത്തെ ക്രൂസ്ത്തെ പരിപാടിയെല്ലാം കഴിയും. ഇവിടെ നമുക്ക് ട്രെക്കിങ്ങും ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ബീച്ചിൽ ഇറങ്ങുകയും ചെയ്യാം. പക്ഷേ ബീച്ചിലെല്ലാം നല്ല ക്രൗഡ് ആയതുകൊണ്ട് ഞങ്ങൾ ട്രെക്ക് ചെയ്യാനാണ് വിചാരിച്ചത്. പിന്നെ ഇത് അജയുടെ 2ാമത്തെ ട്രെക്കിംഗ് ആണ്. എൻ്റെ ഫസ്റ്റ് ട്രെക്കിംഗ് ആണ്. കാരണം ഞാൻ നേരത്തെ ട്രെക്കിങ്ങിന് പോയിട്ടില്ലായിരുന്നു. ഈ കാണുന്ന സ്റ്റെപ്സ് എല്ലാം കയറിയിട്ട് നമ്മൾ മുകളിൽ നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അറൗണ്ട് ഒരു 400+ സ്റ്റെപ്സോളം ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ചത്ത് 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 Look at the view. Look at the view. ഇതിന്റെ മുകളിൽ കയറിയ അടിപൊളി വ്യൂ ആണ്. നമ്മൾ ഓൾമോസ്റ്റ് എത്താനായത്. ഇത് അവിടെയാണ് എത്തേണ്ടത്. എത്തിയിട്ടില്ല. വ്യൂ നമുക്ക് മേളിൽ നിന്നുള്ള വ്യൂ ഇതിലും അടിപൊളിയായിരിക്കും. ഫൈനലി നമ്മളിത് ഇവിടെ എത്തി. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ വ്യൂ അടിപൊളിയാണ്. നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കയറിയതിന് വർത്താണ്. അജയുടെ ഇത് 2ാമത്തെ ട്രെക്കിംഗ് ആണ്. എൻ്റെ ഫസ്റ്റ് ട്രെക്കിംഗ് ആണ്. നേരത്തെ ട്രെക്കിംഗ് ഞാൻ ചെയ്തില്ല. അടിപൊളിയാണ്. ഒരു ഡ്രോൺ ഫ്ലൈ ചെയ്യിക്കണമെന്നുണ്ട്. പക്ഷെ ഒത്തിരി ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അധികം സമയം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ ബോട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. സോ ഫൈനലി നമ്മളിത് 100-600 സ്റ്റെപ്സ് കയറി ഇറങ്ങി ഇത് താഴെ എത്തിയിട്ടുണ്ട്. അജയ് മുന്നിൽ പോയിട്ടുണ്ട്. അവനെ ഇനി ആൾക്കാരുടെ ഇടയിൽ നിന്നൊക്കെ കണ്ടുപിടിക്കണം. പക്ഷെ അടിപൊളിയാണ്. ഇത്രയും സ്റ്റെപ്സ് കയറി നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ടെങ്കിലും വേർത്ത് ആയിട്ടുള്ള വ്യൂ ആണ്. കുറച്ച് ആൾക്കാരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതേ നമ്മളിതേ താഴെ എത്തി. ട്രെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിതേ സൺസെറ്റ് വ്യൂ എൻജോയ് ചെയ്യാൻ വന്നാണ്. പക്ഷേ ട്രെക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി. സൺസെറ്റ് എൻജോയ് ചെയ്യാണോ? ഫുള്ള് വേർത്ത് മറ്റെന്താ പറയുക, കുളിച്ച് വന്ന മാതിരിയാണ്. ഇവിടെ ഇവർ ടവലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതേ ടവലുകൊണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തൂന്നേ ഉള്ളൂ. ടവലുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ വൈപ്പ് ചെയ്തൂന്നേ ഉള്ളൂ. ഫുള്ള് തലേന്നിലൊക്കെ ഇങ്ങനെ വേർപ്പ് ഇങ്ങനെ. അയ്യോ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു.
ഞാൻ ട്രെക്കിങ്ങിന് ഇല്ലാന്ന് പറഞ്ഞിരുന്നു അജയിൻ്റെ അടുത്ത്. പക്ഷെ അജയ് പറഞ്ഞു ആദ്യത്തെ ട്രെക്കിങ്ങിനോ വന്നില്ല, രണ്ടാമത്തേന് എന്തായാലും വരണം എന്നുള്ളത്. പക്ഷെ നല്ല ചൂടുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും നമ്മൾ ടയേർഡ് ആയിട്ടുണ്ടെങ്കിലും ഒക്കെ എന്തൊക്കെയാണെങ്കിലും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ വിയറ്റ്നാമിൽ വരികയാണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഹാലോങ് ബേ. നമ്മളിപ്പോൾ സൺസെറ്റ് വ്യൂവിന് വേണ്ടിയിട്ട് മുകളിൽ വന്നാണ്. ഇവരുടെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇവിടെ എന്താ പറയുക അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇവർ സ്നാക്സും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഫ്രൂട്ട്സും അതേപോലെ റെഡ് വൈൻ. സോ നമ്മളിതേ ക്രൂസിന് ഇറങ്ങി. ഇതാണ് നമ്മുടെ ക്രൂസ്. ഇനി ഇവിടുന്ന് ഒരു 2 hours ഉണ്ട് ഹനോയിലേക്ക്. ബസ്സിലാണ് നമ്മൾ പോകുന്നത്. മിക്കവാറും ഒരു 8 മണി 8:30 ആകുമ്പോഴാണ് അവിടെ എത്തുക. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം, ഡിന്നർ കഴിക്കണം, എന്നിട്ട് കിടന്ന് ഉറങ്ങണം. ഇതിൻ്റെ ഇടയിൽ അജയിനെ കാണാണ്ടായ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അത് അജയ് തന്നെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറയും. ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ആ കേവ് ഏതാണെന്ന് ഞാൻ റിസർച്ച് ചെയ്തില്ല, നോർമലി ചെയ്യണ പോലെ. അപ്പോൾ ഒരു കേവ് ഉണ്ട്, ഭയങ്കര വലിയൊരു കേവാണ്, ബ്യൂട്ടിഫുൾ കേവാണ്. അവിടെ അങ്ങനെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ 2 ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ടാണ് പോയത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ വേറൊരു ബോട്ടും നമ്മൾ വേറൊരു ബോട്ടും ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ബോട്ടിലുള്ള ആൾക്കാർ ഞാൻ കണ്ടപ്പോഴത്തേക്ക് അവരുടെ കൂടെ കമ്പനിയൊക്കെ അടിച്ച്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മലയാളികളെ മീറ്റ് ചെയ്ത് അങ്ങനെ പോയി കറങ്ങി തിരിഞ്ഞ് ഞാൻ എത്തിയപ്പോഴത്തേക്കും 1/2 മണിക്കൂർ ലേറ്റ് ആയെന്നാണ് ഇവർ പറഞ്ഞത്. അതെ, 1/2 മണിക്കൂർ ലേറ്റ് ആയി. ആദ്യം ഞങ്ങൾ അജയിനെ കാണാതെ നിന്നപ്പം ഞങ്ങളത് ജസ്റ്റ് ഫണ്ണാക്കി എടുത്തു. പിന്നെ അതങ്ങ് എല്ലാവരും സീരിയസ് ആക്കി. കാരണം ഇവനെ കാണുന്നില്ല. നമ്മുടെ കൂടെ വന്ന എല്ലാ ആൾക്കാരും ബോട്ടിൽ കയറി, എന്നിട്ടും ഇവനെ കാണുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണ് പറഞ്ഞു അജയിനെ ആ ഒരു ട്രക്കിങ്ങിന്റെ ആ ഒരു ഏരിയയിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ എല്ലാവരും ടെൻഷനായി എവിടെ പോയി എന്നുള്ളത്. പിന്നെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ബാഗ് എടുത്തിട്ട് മാഡം മറ്റെന്താ ക്രൂസിന് ഇറങ്ങണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് അതിലേറെ ടെൻഷനായി. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ള വേറെ ആൾക്കാരൊക്കെ പറഞ്ഞു അങ്ങനെ ഇറക്കി വിടാൻ പറ്റില്ല. അവർ ആക്ച്വലി വിചാരിച്ച എന്നെ ഇവിടെ അങ്ങ് ഇറക്കി വിടുവാണ് അവരെന്നുള്ളത്. പക്ഷെ അവർ ആക്ച്വലി നമ്മളെ വേറൊരു ക്രൂസിൽ തന്നെ കയറ്റി വിടാന്നുള്ളത്. അതായത് നമ്മുടെ ക്രൂസ് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്രൂസിൽ കയറ്റി വിടാന്നാണ് അവർ വിചാരിച്ചത്. സെയിം കമ്പനിയുടെ. അങ്ങനെ ഫൈനലി ബാഗും എല്ലാം എടുത്ത് ഞാൻ പുറത്തിറങ്ങി. 2 തവണ നമ്മുടെ ഗൈഡ് അജയിനെ തിരഞ്ഞു പോയി. പക്ഷെ അജയിനെ കാണുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞ് 1/2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അജയ് ഇങ്ങനെ ആടിപ്പാടി ഏതോ മല്ലൂസിന്റെ കൂടെ വരുന്നു. അങ്ങനെ അതുകൊണ്ട് നമ്മൾ വേറൊരു ക്രൂസിൽ കയറ്റി വിട്ടു. അതുകൊണ്ട് എന്താ നമുക്ക് 2 ക്രൂസിൽ പോകാൻ പറ്റി. ആക്ച്വലി അടിപൊളിയായിരുന്നു ശരിക്കും. ഞാനെല്ലാം പ്ലാൻ ചെയ്തതാണ്. ഇവരെ വിചാരിച്ച് വെറുതെ ആണ്. ഞാൻ എന്റെ പ്ലാനിങ് ആയിരുന്നത്. നമുക്ക് ഫോണൊന്നും ചെയ്യാൻ പറ്റില്ല, നെറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെറിയ രീതിയിൽ എല്ലാവരും ഒന്ന് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇൻ കേസ് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും കാരണവശാലും മിസ്സായി പോവോ അല്ലെങ്കിൽ വഴിതെറ്റി പോവോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും നമ്മുടെ ക്രൂസിൽ അവർ കയറ്റി വിട്ടിട്ടില്ലെങ്കിലും തൊട്ടടുത്ത ക്രൂസിലാണെങ്കിൽ അവർ കയറ്റി വിടും. അങ്ങനെ പാനിക് ആവേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല. പക്ഷെ എന്തായാലും ഫണ്ണായിരുന്നു. അജയ് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് വേറൊരു ക്രൂസിലും കുറച്ചുകൂടി ലക്ഷറി ആയിട്ട് പ്രീമിയം ക്രൂസ് കയറാൻ പറ്റി. ഒരു 2 to 3 hours ഡ്രൈവിന് ശേഷം നമ്മൾ ഇതേ ഹനോയിൽ തിരിച്ചെത്തി. അപ്പോൾ നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന വേറെ ആൾക്കാരൊക്കെ അവർ ഡ്രോപ്പ് ചെയ്തു. നമ്മളാണ് ഇനി ലാസ്റ്റ് ആൾക്കാർ. അപ്പോൾ നമ്മളെയും കൂടെ അവർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ പോകും. അപ്പോൾ എന്തായാലും ഈ വ്ലോഗ് ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ്. ടാറ്റാ.